തൃശൂർ അശ്വിനി ആശുപത്രിക്കുള്ളിൽ വെള്ളം കയറിയതോടെ രോഗികൾ ദുരിതത്തിലായി 3 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക കണക്ക്. അപ്രതീക്ഷിത വെള്ളക്കെട്ടിൽ കലക്ടർ കൃഷ്ണ തേജ കോർപ്പറേഷനോട് വിശദീകരണം തേടി. വെള്ളക്കെട്ട് മനുഷ്യനിർമ്മിതമാണെന്നും മേയർ രാജിവെക്കണമെന്നും നഗരസഭാ പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ കുറ്റപ്പെടുത്തി. ശക്തമായ മഴയിൽ തൃശൂർ ജില്ലയിൽ 7 വീടുകൾ ഭാഗികമായി തകർന്നു. വെള്ളം ഏതാണ്ട് ഈ ഒരു ലെവൽക്ക് വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ എണീറ്റ് നിൽക്കുമ്പോൾ എൻ്റെ ഈ വേസ്റ്റിൻ്റെ അവിടെ വരെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഒട്ടും നമ്മൾ ഈ വെള്ളം കയറാറുണ്ട്, പക്ഷേ ഇതിപ്പോൾ പ്രതീക്ഷിക്കാണ്ടാണ് ഇത്രയും വെള്ളം. 2018 പ്രളയത്തിനെക്കാട്ടും കൂടുതലാണ് ഇവിടെ വെള്ളം കയറിയിരിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ പരമാവധി പേഷ്യൻസ് ഉണ്ടായിരുന്നതൊക്കെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് മാറ്റിയായിരുന്നു. ഇൻസ്ട്രുമെൻസും ഞങ്ങളുടെ കുറേ എക്യുപ്മെൻസും ഞങ്ങളുടെ കുറേ സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട്. അശ്വിനി ആശുപത്രിക്ക് സമീപത്തെ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. അപ്പാർട്ട്മെന്റ്സിൽ അണ്ടർഗ്രൗണ്ടിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഒരു ഹോസ്പിറ്റലിൽ വാട്ടർ കയറിയിട്ടുണ്ട്. ഏത് കാരണത്തിലാണ് ഇത് വന്നത് ചോദിക്കാൻ വേണ്ടി ഇന്ന് കോർപ്പറേഷൻ സെക്രട്ടറിനും ഞാൻ 10:30 മണിക്ക് എൻ്റെ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഏനമാക്കൽ ഷട്ടറിൻ്റെ അടുത്ത് വെള്ളത്തിൻ്റെ നിരപ്പ് നിരീക്ഷിക്കുന്നു. വേണ്ടി വന്നാൽ അത് തുറക്കാൻ വേണ്ടിയുള്ള നടപടിയും നമ്മൾ എടുക്കും. മുന്നക്കൽ ബണ്ട് ഇന്നലെ നമ്മൾ പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ദാറ്റ് ദെർ വിൽ ബി ഫ്രീ ഫ്ലോ ഓഫ് വാട്ടർ. ഡ്രൈനേജ് ക്ലീനിങ് അതായത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ് ആണ് ചെയ്യേണ്ടത്. അതുക്കും തിരഞ്ഞെടുപ്പും ഒരു ഇതുമില്ല. ഓൾറെഡി താലൂക്ക് ലെവലിൽ താലൂക്ക് എമർജൻസി സെന്റേഴ്സ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും നമ്മൾ ആൾക്കാരെ അലർട്ടായിട്ട് വെച്ചിട്ടുണ്ട്. വേണ്ടി വന്നാൽ ക്യാമ്പുകൾ തുറക്കാനുള്ള ഒരു അനുമതിയും നമ്മൾ സ്റ്റാൻഡ് ബൈ ആയിട്ട് നൽകിയിട്ടുണ്ട്. സോ വി ആർ റെഡി. മഴക്കാലത്തിന് മുമ്പ് തന്നെ വലിയ കാലങ്ങളിലെയും ചെറിയ കാലങ്ങളിലെയും തോടുകൾ വൃത്തിയാക്കാനുള്ള പദ്ധതികൾ തൃശ്ശൂർ കോർപ്പറേഷനിലുണ്ട്. അതിനുള്ള ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ഞാൻ നമ്മളോട് റിപ്പോർട്ടറോട് സംസാരിക്കുന്നത് ഈ സമയം വരെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ട് പോലുമില്ല. തൃശ്ശൂരിലെ ജനതയെ ശ്രദ്ധിക്കാൻ സമയമില്ല. ഇന്നലെ ഉണ്ടായ ഒരൊറ്റ മഴയിലെ ഒരുപാട് അശ്വിനി ഹോസ്പിറ്റൽ അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് 3 കോടി രൂപ നഷ്ടം വരുമെന്നാണ് ഇപ്പോൾ അധികൃതരുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിന് പൂർണ്ണമായ ഉത്തരവാദിത്തം മേയർക്കും ഭരണസമിതിക്കുമാണ്. മേയറെ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ മേയർ സ്വയം രാജിവെച്ച് പോകണം. അശ്വിനി ആശുപത്രിക്ക് സമീപത്തെ വീടുകളിൽ വെള്ളം കയറിയതിനാൽ പ്രദേശവാസികളും ദുരിതത്തിലായി. അടിയന്തര സഹായം നൽകുമെന്ന് സ്ഥലം സന്ദർശിച്ച പി ബാലചന്ദ്രൻ MLA റിപ്പോർട്ടറിനോട്. ഇപ്പൊ തന്നെ അവർക്ക് റേഷൻ മറ്റ് ഭക്ഷണ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. കമ്മ്യൂണിറ്റി ക്യാമ്പിലേക്ക് ഇവരെ മാറ്റണമെങ്കിൽ ഉടനെ ഒരു സെന്റർ കണ്ടുപിടിക്കണം. എത്രയും വേഗം ഇവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തണം. ജെയ്സൺ ജാമോളപ്പിൽ വിശദാംശങ്ങളുമായി. ജെയ്സൺ, തൃശ്ശൂരിലെ സ്ഥിതി അതേപോലെ തന്നെ തുടരുകയാണ്. നികേഷ് കുമാർ, ഇപ്പോഴും മഴ ചാറുന്നുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴ ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ആശ്വാസമുണ്ട്. ഇന്നലെ 1-1.5 മണിക്കൂർ പെയ്ത മഴയാണ് വലിയ പ്രതിസന്ധി തൃശ്ശൂർ നഗരത്തെ പ്രധാനമായും കൊണ്ടെത്തിച്ചത് എന്ന് പറയാം. പക്ഷേ ഇത് ഒരു രാഷ്ട്രീയമായ ഒരു ആരോപണമായും മറ്റു പല തലങ്ങളിലേക്ക് വ്യാപിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. തിരഞ്ഞെടുപ്പാണ് ശുചീകരണത്തിന് തടസ്സമായതെന്നാണ് സ്ഥലം MLAയും അതുപോലെ തന്നെ കോർപ്പറേഷൻ മേയറും പറയുന്നത്. പക്ഷേ തൃശ്ശൂർ ജില്ലാ കളക്ടർ പറയുന്നത് തെരഞ്ഞെടുപ്പ് ഇത്തരത്തിൽ ഒരു പ്രവർത്തനത്തിനൊരു തടസ്സമല്ല എന്നതാണ്. അതേസമയം തൃശ്ശൂർ കോർപ്പറേഷൻ മേയറുടെ അനാസ്ഥയും ഇതിലുണ്ടെന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നു. അത്തരത്തിൽ വാദപ്രതിവാദങ്ങളിലേക്കും രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്കും കഴിഞ്ഞ ദിവസം പെയ്ത മഴയും തുടർന്നു വന്ന വെള്ളക്കെട്ടും എത്തിച്ചേർന്നിരിക്കുന്നതാണ് ഇതിന്റെ മറ്റൊരു വശം. പക്ഷേ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാലവർഷം തുടങ്ങിയിട്ടില്ല, മഴക്കാലം തുടങ്ങിയിട്ടില്ല. ഒരു മഴ പെയ്താൽ ഇതാണ് സ്ഥിതിയെങ്കിൽ ഇനി വരാൻ പോകുന്ന മാസങ്ങൾ തൃശ്ശൂർ നഗരം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ആശങ്കയാണ് ഏവരും പങ്കുവെക്കുന്നത്. അത്തരത്തിലായിരുന്നു വലിയ തോതിലുള്ള മഴയും പ്രളയ സമാനമായ വെള്ളക്കെട്ടും. നാം കഴിഞ്ഞ ബുള്ളറ്റിനിലൊക്കെ ദൃശ്യങ്ങൾ കാണിച്ചതാണ്. വീടുകൾക്ക് നിറയെ വെള്ളം നിറഞ്ഞ് പാവപ്പെട്ട നിരവധി പേർ താമസിക്കുന്ന കോളനികൾ പോലുള്ള സ്ഥലങ്ങളിൽ അവർക്ക് കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന, കിടക്കാനുള്ള പായ പോലും നഷ്ടപ്പെടുന്ന, ഭക്ഷണം വയ്ക്കാനുള്ള വസ്തുക്കൾ പോലും നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് ഈ വെള്ളക്കെട്ട് എത്തിച്ചേർന്നു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഈ സമീപ പ്രദേശങ്ങളിലൊക്കെയും കണക്കാക്കുന്നത്. അതിനുമപ്പുറത്ത് അശ്വിനി ആശുപത്രിയിലെ കാഷ്വാലിറ്റി വാർഡ് മാറ്റുന്ന സ്ഥിതി വന്നു. അവിടെ രോഗികളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്ന സ്ഥിതിയുണ്ടായി. 3 കോടി രൂപയോളം നഷ്ടമാണ് അശ്വിനി ആശുപത്രിയിൽ തന്നെ കണക്കാക്കുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു പ്രതിസന്ധിയും സാമ്പത്തിക നഷ്ടവും ആശങ്കയും സൃഷ്ടിച്ച ഒന്നായി മാറി കഴിഞ്ഞ ദിവസം പെയ്ത മഴ. ഇപ്പോഴും അതിന്റെ അലയൊലികൾ തുടരുക തന്നെയാണ്. മഴ ഇപ്പോൾ കനക്കുന്നില്ല, മഴയ്ക്കൊരു ശാന്തതയുണ്ട്. പക്ഷേ മഴ കനത്താൽ മറ്റൊരു സ്ഥിതിയിലേക്ക് വീണ്ടും ആശങ്കയിലേക്ക് പോകുമെന്ന സ്ഥിതി നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി തൃശ്ശൂർ ജില്ലാ കളക്ടർ ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ തൃശ്ശൂർ കോർപ്പറേഷന്റെ അധികാരികളെ, കോർപ്പറേഷൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ വിളിച്ച് അടിയന്തരമായ നടപടിക്ക് ഇപ്പോൾ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ കളക്ടറേറ്റിൽ യോഗം ചേരുകയാണ്. യോഗത്തിന് ശേഷം നടപടികൾ ശക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എത്ര ശക്തമായാലും ശക്തമായ മഴയെ പ്രതിരോധിക്കാൻ വേണ്ട പ്രാഥമികമായ കാര്യം ഡ്രൈനേജുകൾ ക്ലീൻ ചെയ്യുക എന്നതാണ്. ഇനി അത് എത്രമാത്രം പ്രായോഗികമാകുമെന്നത്
കാത്തിരുന്ന് കാണേണ്ടി വരും. അല്പസമയത്തിനകം തന്നെ തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ പ്രതിപക്ഷ കൗൺസിലർമാർ തൃശൂർ കോർപ്പറേഷൻ മേയറുടെ ചേംബറിലേക്ക് പ്രതിഷേധ സമരം ഇപ്പോൾ തുടങ്ങും. അല്പസമയത്തിനകം ആരംഭിക്കും. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. നികേഷ്.